ശ്രീ പത്മനാഭൻ, CPM-ൽ ഒരു പുതിയ സാഹചര്യം ഉടലെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആഭ്യന്തര വകുപ്പിനെ പഴിചാരിക്കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും ADGP അജിത് കുമാറിനെയും പഴിചാരിക്കൊണ്ട് PV അൻവർ MLA രംഗത്ത് വരുമ്പോൾ അത് കൃത്യമായി വിരൽ ചൂണ്ടിയത് മുഖ്യമന്ത്രിയെ തന്നെയാണ്. കാരണം ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയാണ് ഇവരെ നിയമിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ. നേരത്തെ ശ്രീ പാണ്ഡ്യാല ഷാജി സൂചിപ്പിച്ചതുപോലെ ഇതിൽ രാഷ്ട്രീയ പശ്ചാത്തലമല്ല, പകരം PV അൻവർ MLA-ക്ക് മറ്റു പല താല്പര്യങ്ങളുമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണങ്ങൾ വന്നത് എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും അധികാര കൊതിയുള്ള ഒരു വർഗം CPM-നുള്ളിലുണ്ട്. അതുകൊണ്ട് PV അൻവർ MLA-യെ ചട്ടുകമാക്കിക്കൊണ്ട് അവരുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു പക്ഷേ ഏതെങ്കിലും രീതിയിൽ മലബാർ മേഖല കേന്ദ്രീകരിച്ചുള്ള, നിലമ്പൂർ മേഖല കേന്ദ്രീകരിച്ചുള്ള മറ്റ് മത താല്പര്യങ്ങൾ അടിസ്ഥാനമാക്കിക്കൊണ്ടാണെങ്കിൽ പോലും ഈ CPM-നുള്ളിലെ അധികാര കൊതി ഇതൊരു സാഹചര്യമായി മുതലെടുത്തുകൊണ്ട് പിണറായിയിലേക്ക് വിരൽ ചൂണ്ടുമോ, പിണറായിയെ ദുർബലനാക്കുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കാൻ അവർ പരമാവധി ശ്രമിക്കുമോ? ഈ വിപ്ലവം ആഗ്രഹിക്കുന്നവർ എന്ന് പറയുന്ന ഒരു വർഗം ഉണ്ടെങ്കിൽ, അവർ പ്രബലരാണെങ്കിൽ. അല്ല, അത് ഞാൻ മനസ്സിലാക്കുന്നത് പിണറായി വിജയനെ ഒന്നുകിൽ നിലയ്ക്ക് നിർത്താൻ, അല്ലെങ്കിൽ പിണറായി വിജയനെ മാറ്റാൻ. എന്താണ് ഉദ്ദേശം എന്ന് നമുക്കറിയില്ല. ഈ രണ്ടിലേതെങ്കിലും ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഉള്ള ഒരു പടപ്പുറപ്പാടാണ്. അതിന് പാർട്ടിക്കുള്ളിൽ തന്നെ പിണറായിയോട് വിരോധമുള്ള ആളുകളുടെ പിന്തുണയുണ്ട്. അവരുടെ സഹായമില്ലാതെ പാർട്ടിയുടെ ഒരു സ്വതന്ത്ര MLA ഇത്തരത്തിൽ ബഹളം ഉണ്ടാക്കുന്നില്ല. നമുക്കറിയാം, പണ്ട് ഇതുപോലൊരു സ്വതന്ത്ര MLA ഉണ്ടായിരുന്നു. പെരിന്തൽമണ്ണയിൽ നിന്നുണ്ടായിരുന്ന ഒരു MLA, മാക്ക് അലി എന്ന് പറയുന്ന അദ്ദേഹം പാർട്ടിക്ക് എതിരായ ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അങ്ങോട്ട് മുന്നണി വിട്ട് പോകേണ്ടി വന്നു. അങ്ങൊരു ലീഗിലേക്കൊക്കെ പോയി. പിന്നെ ഇപ്പം അങ്ങൊരു ലീഗിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഉള്ള അനുഭവം ഉണ്ടാവും. പാർട്ടിയുടെ ഉള്ളിലുള്ള ആളുകൾ സഹായം ഇല്ലാതെ, അല്ലെ അവരുടെ പിന്തുണയില്ലാതെ പാർട്ടി നേതൃത്വത്തിനെതിരെ അല്ലെങ്കിൽ നേതൃത്വത്തിന് കൊള്ളുന്ന രീതിയിലെ വിമർശനങ്ങൾ ഉന്നയിച്ചാലൊക്കെ അങ്ങനെ സംഭവിക്കും. പക്ഷേ ഇപ്പോൾ അൻവർ ഇത്രയും തന്റെ ഇടത്തോടെ നടക്കുന്നുണ്ടെങ്കിൽ, അൻവറിനെ സഹായിക്കാൻ, അൻവറിനെ പിന്തുണയ്ക്കാൻ KT ജലീലും അബ്ദുൽ കാരാട്ട് റസാഖും ഒക്കെ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ, അവർക്ക് പിന്നിൽ പാർട്ടിയുടെ തന്നെ ചില ആളുകളുണ്ട്. അതായത് പിണറായി വിജയനെ മാറ്റിയിട്ട് ആ കസാല കയറി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ പിണറായിനെ ഒരു മൂക്കേറിട്ട് നിലക്കി നിർത്താൻ ആഗ്രഹിക്കുന്നവർ. പിന്നെ വേറെയും ചില കാര്യങ്ങൾ കേൾക്കുന്നത് പിണറായി തന്റെ അനന്തരാവകാശിയെ ഏതാണ്ട് നിശ്ചയിച്ചിട്ടുണ്ട് എന്നും, ആ നിശ്ചയിച്ച വ്യക്തിയെ ഈ പാർട്ടിയിലെ മറ്റ് വലിയ നേതാക്കന്മാർക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട് അതും കൂടി കണക്കാക്കിയിട്ടുള്ള ഒരു ഒരു യുദ്ധമാണിതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ ഇതിന്റെയൊക്കെ പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം കേരളത്തിലെ ADGP ഈ കസാലയിൽ ഇരിക്കുന്ന ആൾക്കെതിരെ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? അദ്ദേഹം സ്വർണ്ണ കള്ളക്കടത്ത് നടത്തുന്ന ആളാണ്, അവരെ സഹായിക്കുന്ന ആളാണ്. 1. 2 കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതാണോ? കൊലപാതകവും സ്വർണ്ണക്കള്ളക്കടത്തും ഒക്കെ നടത്തുന്ന ആളാണ് ഈ ADGP എന്ന് ഒരാൾ പറഞ്ഞാൽ, ആ ആളാരാണ്? ഭരണകക്ഷി MLA പറഞ്ഞാൽ അത് വലിയ ഗുരുതരമായ ആരോപണമാണല്ലോ. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നതാണല്ലോ. കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ആരോപണങ്ങളാണല്ലോ. അപ്പോൾ ഒന്നുകിൽ അത് അദ്ദേഹത്തെക്കാൾ മുതിർന്ന ഉദ്യോഗസ്ഥനെ അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇത് CBI-ക്ക് വിടണം, ഇത് കേന്ദ്ര ഏജൻസികൾക്ക് വിടണം. സ്വർണ്ണക്കള്ളക്കടത്തിന്റെ വിഷയമുണ്ട്. പ്രത്യേക വ്യക്തിയെ കൊന്നു എന്നാണ് പറയുന്നത്. അയാളെ കൊലപാതകത്തിൽ പങ്കുണ്ടായേക്കാം എന്ന് പറയുന്നു. മാമി എന്ന് പറഞ്ഞ് കോഴിക്കോട്ട് നിന്ന് ഒരു വ്യക്തിയെ പറഞ്ഞ് ഒരു കൊല്ലമായി കാണാണ്ടായിട്ടുണ്ട്. റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ആരോപണങ്ങളാണ്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാധാരണക്കാരുടെ മനസ്സിൽ വലിയ തോതിലുള്ള ആശങ്ക ഉളവാക്കുന്ന ആരോപണങ്ങളാണ്. കാരണം ഇത്തരത്തിലുള്ള ആളുകളാണോ പോലീസ് സേനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നാണ് അവർ ചോദിക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ കുറച്ച് മസാല ചേർക്കാൻ തൃശ്ശൂർ പൂരവും കൂടി കയറ്റിയിട്ടുണ്ട്. കാരണം അത് പോന്ന പോക്കിന് BJP-ക്ക് ഒന്ന് കിടക്കട്ടെ എന്ന രീതിയിലാണ്. അപ്പോ ഇത് വളരെ ഗുരുതരമായ ആരോപണമാണ്. ഒന്നുകിൽ സീനിയർ ഉദ്യോഗസ്ഥന്മാരെ അന്വേഷിക്കണം, അല്ലെങ്കിൽ പോലീസിന് സാധ്യമല്ലാത്തൊരു സാഹചര്യത്തിൽ CBI-യെ ഏൽപ്പിക്കണം, കേന്ദ്ര ഏജൻസിയെ ഏൽപ്പിക്കണം, അവരന്വേഷിക്കട്ടെ. അപ്പൊ ഇത്തരത്തിലുള്ള അടിയന്തര നടപടി ഉണ്ടാവണം. നമുക്ക് സംസ്ഥാനത്തിന് പിണറായി വിജയനെ മാറ്റുന്നതും
അതിന് CPM-ന്റെ ഉള്ളിലുള്ള ഗ്രൂപ്പിസത്തിലൊന്നും നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യമില്ല. നമ്മുടെ സംസ്ഥാനത്തിന് താല്പര്യം നമ്മുടെ സംസ്ഥാനത്തിന് ക്രമസമാധാന നിലയാണ്, സ്വൈര ജീവിതമാണ്. അപ്പൊ അതാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് മുന്നിൽ ഇതൊരു ചോദ്യചിഹ്നമാണ്.